നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി കമ്പനിയുണ്ടെന്ന് ആക്ഷേപം. സ്കൈ 11 ഇൻകോർപ്പറേറ്റ്സ് എന്ന പേരിൽ 2023 മാർച്ചിലാണ് കമ്പനി സ്ഥാപിച്ചത്. പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും പരിശീലനവും കൺസൾട്ടൻസി സേവനവും നൽകുന്ന കമ്പനി എന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിലുള്ളത്. കാനഡയ്ക്ക് പുറമെ ഇന്ത്യ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും സേവനം നൽകുമെന്ന് അവകാശപ്പെടുന്നു. 2014 ബാംഗ്ലൂരുവിൽ ആരംഭിച്ച IT സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ MD ആണ് വീണ. വീണയുടെ അപേക്ഷയിൽ 2022 നവംബറിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് താൽക്കാലികമായി മരവിപ്പിച്ചു. ഇതിന് തൊട്ടുപിന്നാലെയാണ് കാനഡയിൽ കമ്പനി തുടങ്ങിയതെന്നാണ് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. കമ്പനിയുടെ ഏക ഡയറക്ടറായി കാണിച്ചിരിക്കുന്നത് വീണയുടെ പേരാണ്. ഒരു ജീവനക്കാരൻ മാത്രമാണുള്ളതെന്ന് കമ്പനിയുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ കാണുന്നു. ഇദ്ദേഹമാകട്ടെ 2017 മുതൽ എക്സാലോജിക് സൊല്യൂഷൻസിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്തയാളാണ്. മുഖ്യമന്ത്രിയെ വിവാദത്തിലാക്കിയ SNC ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമായ കാനഡയിൽ മകൾ കമ്പനി തുടങ്ങിയതിൽ ദുരൂഹത ആരോപിച്ചുള്ള പ്രചാരണമാണ് നടക്കുന്നത്. കിഫ്ബിക്ക് വേണ്ടി ഇറക്കിയ മസാല ബോണ്ട് കരസ്ഥമാക്കിയത് ലാവ്ലിൻ കമ്പനിയിലെ ഓഹരി പങ്കാളിയായ കനേഡിയൻ കമ്പനിയാണ് എന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. എക്സാലോജിക് CMRL ഇടപാടിൽ പരാതിക്കാരനായ ഷോൺ ജോർജ് ആണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിലൂടെ സ്കൈ 11 ആരോപണം ആദ്യം ഉന്നയിച്ചത്. അതേസമയം മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് 2:30 വിധി പറയും. അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ച് വാദം കേട്ടിരുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെയാണ് എക്സാലോജിക് ചോദ്യം ചെയ്തത്. എന്നാൽ CMRL നിന്ന് 1.72 കോടി രൂപ എക്സാലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും SFIO വാദിച്ചു. അതേസമയം നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി സാംസ്കാരിക പ്രവർത്തകരുമായി തൃശൂരിൽ നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ സാമ്പത്തിക ബാധ്യത പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് 2000 പേരെ പങ്കെടുപ്പിക്കുന്ന മുഖാമുഖത്തിൽ വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരുടെ യാത്രാ ചെലവ് അതത് സാംസ്കാരിക സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണമെന്നാണ് നിർദ്ദേശം. ആവശ്യമുള്ളവർക്ക് താമസ സൗകര്യവും ഒരുക്കണം. 10 അടി വീതം നീളവും വീതിയുമുള്ള 10 പ്രചാരണ ബോർഡുകൾ ഓരോ സ്ഥാപനവും സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതിനു മാത്രം 500,000 മുകളിലാണ് ചെലവാക്കേണ്ടത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം മിക്ക സാംസ്കാരിക സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ വേതനം പോലും കുടിശ്ശികയുള്ളപ്പോഴാണ് മുഖാമുഖത്തിന്റെ ബാധ്യതയും സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഈ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇത്തരം ചെലവുകൾക്ക് പണം മുടക്കിയാൽ ഓഡിറ്റിൽ പ്രശ്നമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്വന്തം വരുമാനത്തിൽ നിന്നുള്ള തുക വിനിയോഗിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. 25-ന് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സാംസ്കാരിക മുഖാമുഖത്തിന്റെ മറ്റു ചെലവുകളെല്ലാം സ്പോൺസർഷിപ്പായാണ് കണ്ടെത്തുക. മുഖാമുഖത്തിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ലളിതകലാ അക്കാദമി ഒരുക്കിയ അവതരണ ഗാനത്തിനൊപ്പം കലാമണ്ഡലത്തിന്റെ നൃത്താവിഷ്കാരവും ഉണ്ട്. പ്രത്യേകം ഡിസൈൻ ചെയ്ത തമ്പുരു മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കാനും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. തൃശൂരിലെ പത്മശ്രീ ജേതാക്കളാകും തമ്പുരു സമ്മാനിക്കുക. മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്ന 10 പേരെ അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ നിർദ്ദേശിക്കുമെന്നും യോഗത്തിൽ വ്യക്തമാക്കി.